പിന്നെ റൂഹ് പെടുത്തി, അപ്പോഴും തോപ സ്വീകരിക്കും. പെടുത്തി അപ്പോഴും തോപ സ്വീകരിക്കും. തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് പരസ്യ പ്രബോധനം പ്രചാരണം നിർത്തണം എന്നതുപോലെ അള്ളാഹു തആല പറയാറുണ്ട്, ഇജൽ 3 ദിവസം മുമ്പൊക്കെ തൗബ ചെയ്തെങ്കിൽ ഓക്കെ, പിന്നെ നടക്കൂല. അപ്പൊ അള്ളാഹിന്റെ അടിമയായ ഇസ്രായേൽ ഇവിടെ വന്നിരുന്നു, വലിച്ചു, ഇവിടെ എത്തി റൂഹ്, ഇവിടെ എത്തി പാറ ചങ്ങാതി തൗബ സ്വീകരിക്കും, ഇവിടെ എത്തി സ്വീകരിക്കും. എന്തുകൊണ്ട് പറ, എന്തുകൊണ്ട്? എന്റെ റബ്ബ് ഏറെ ഗഫൂറാണ്, റഹീമാണ്. ഇവിടെത്തി, 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 ഇങ്ങനെ ഒറ്റ ചാട്ട സ്വീകരിക്കും. ഇസ്രായേൽ ആകാശത്ത് നിന്ന് പുറപ്പെട്ട പിന്നെ സ്വീകരിക്കൂല, അങ്ങനെയാണോ? അല്ല, ഇവിടത്തിന് വരെ തോപ സ്വീകരിക്കും. എന്തുകൊണ്ട്? അവൻ അത്രയും സ്നേഹിയാണ്. എന്നിട്ട് നമ്മൾ റബ്ബിനെ ഒഴിവാക്കിയാൽ ആ റബ്ബിനെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പരാജയമാണോ? അല്ലേ? എത്ര സ്ഥലത്തായത് ഖബർ ഭൂമിയല്ലടോ, ഖബറിന്റെ ഉടമക്കാരൻ ഖബറല്ല, ഖബറിന്റെ ഉടമക്കാരൻ അല്ലാഹ്. ചെന്ന് പേടിക്കണം, ചെന്ന് പേടിക്കുന്നതിന്. من عباده والعاقبة للمتقين. والعاقبة للمتقين എന്ന ആയത്തിന് ഞാൻ പണ്ടൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. നല്ല മരണം മുത്തഖീങ്ങളുടെ ഉടമസ്ഥതയിലാണ്. മുത്തഖീങ്ങൾ അറിഞ്ഞുകൊണ്ട് നല്ല നേരത്ത്, നല്ല സ്ഥലത്ത്, നല്ല വാക്ക് ചൊല്ലി മരിക്കും, നല്ലൊരു നടുവിൽ മരിക്കും. മുത്തഖീങ്ങളുടെ ഉടമസ്ഥ ഞാൻ പറഞ്ഞു എല്ലാം മിൽക്കിയത്തിൻ്റെതാണ്, പറഞ്ഞിട്ടില്ലേ? 2, 3, 4 ക്ലാസിന്റെ മുമ്പ്. അടിസ്ഥാനം എന്താ? ഇന്നൽ അർള ലില്ലാഹ്. ഇതാ നിന്റെ വിശ്വാസം. ഇതൊക്കെ എന്ത് ഖബർ? ഖബറിന്റെ ഉടമക്കാരനെ വിശ്വസിക്കുന്ന നിനക്ക് എന്തെടോ ഖബർ? എന്ത് ഖബർ? എന്തിനാ പേടിക്കണ്? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാന്ന് കവിതയല്ലേ? ഉണ്ട്, അതൊരു 60 കൊല്ലം മുമ്പ് എഴുതിയ കവിതയല്ലേ എങ്ങായി? അന്നത്തെ ചെരുപ്പാണോ ഒന്നത്തെ ചെരുപ്പ്? അന്നത്തെ കുപ്പായാണിടോ ഒന്നത്തെ കുപ്പായം? അന്നത്തെ ഭക്ഷണമാണിടോ ഒന്നത്തെ ഭക്ഷണം? അന്ന് രാജാവ് പെരുന്നാളിന് കഴിക്കാത്ത ഭക്ഷണമാണ് ഇന്ന് വൈകുന്നേരമായാൽ ആ തട്ടുകടയിൽ നിന്ന് ഇപ്പം കഴിക്കണത്. ആണോ അല്ലേ? ഉറപ്പ് ആണോ അല്ലേ? എല്ലാം മാറിയിട്ട് പ്രബോധനത്തിന്റെ ശൈലി എന്താ മാറാതിരുന്നത്? അള്ളാഹിനെ സ്നേഹിക്കാൻ പഠിക്ക്. അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ സ്നേഹിയുമാണ്. നീ പേടിക്കണ്ട, നീ എന്ത് തെറ്റിതാലും പേടിക്കണ്ട. തെറ്റെയ്തിട്ടില്ലേ? ഇങ്ങനെയുള്ള റബ്ബിനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ മോശക്കാരനാവും. എന്തുകൊണ്ട്? റബ്ബ് പറഞ്ഞിരിക്കുക, നീ എന്നിലേക്ക് വാ. ഇതിന്റെ വ്യാഖ്യാനം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും, ഇനിയും പറയും. അതിന്റെ മുമ്പ് ഇൻഷാ അല്ലാഹ്, അതിന്റെ മുമ്പ് ഞാൻ വീണ്ടും പറയുന്നത്, ഇവിടെ റബ്ബിനെ ശുഹൂദിലേക്ക് കൊണ്ടുവരൽ ഒരു തൗഫീഖാ. ഒരു മനുഷ്യൻ മുന്നിൽ നിൽക്കുക, ആ ആളുടെ പേര് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ആ മനുഷ്യൻ റബ്ബിനെ പറ്റി പറഞ്ഞു കൊടുക്കുക ഒരു ജനതക്ക്. ആ ജനത പറഞ്ഞ മറുപടി ഖുർആനിലുണ്ട്, സൂറത്തുൽ ഇസ്രായിലുണ്ട്. ആ ആയത്ത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. എന്താണ് അവരെ പ്രശ്നം? ഷുഹൂദില്ലായ്മയാണ്. ഞാൻ പറഞ്ഞുതരാം. ഇസ്രാ 90-ാമത്തെ ആയത്ത് മുതൽ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا أو تسقط السماء كما زعمت علينا كسفا أو تأتي بالله والملائكة
الملائكة قبيلا أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا حسبي ربي جل الله. ഏതാ സൂറത്ത്? ഇസ്രാ 90 91 എഴുതിയാക്കി, നമ്പർ എഴുതിയാക്കി ബാല്യക്കാരൊക്കെ എഴുതിയാക്കി. എന്നിട്ട് വീട്ടിൽ പോയി നോക്കാളി. 90, 91, 92, 93 ആയത്തുകൾ, 4 ആയത്ത് ഓടിച്ചർത്ഥം പറഞ്ഞുതരാം. ഒരു ജനതക്ക്, ആ ജനതയുടെ മുന്നിൽ സയ്യിദു ദുആത്ത് മുഹമ്മദ് മുസ്തഫ, ലോകം കണ്ട സയ്യിദുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ, സയ്യിദു മൻ ദആ ഇലല്ലാഹി അലാ വജ്ഹിൽ അർദ്, ഈ ഭൂമിക്ക് മുകളിൽ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവരുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ, ആ മനുഷ്യ മുന്നിൽ നിന്നിട്ട് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കൂല. വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ചില നിബന്ധനകളുണ്ട്, ആ നിബന്ധനകൾ അംഗീകരിക്കണം. വഖാലു, അവർ പറഞ്ഞു, ലൻ നുഅ്മിന, ഞങ്ങൾ അങ്ങനത്തെ അള്ളാഹുവിനെയും നിന്നെയും ഞങ്ങൾ അംഗീകരിക്കൂല, വിശ്വസിക്കൂല. ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅൻ, ഈ മണ്ണിൽ നിന്ന്, ഈ കാലിൻ്റെ ചോട്ടിൽ നിന്ന് താങ്കൾ ഒരു ഉറവ പൊട്ടി ഒഴുക്കുന്നത് വരെ. ഇവിടുന്ന് ഒരു ഉറവേൺ പൊട്ടി, നിറപ്പെടുന്ന ഉറവേൺ പൊട്ടിക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ നമ്മളെല്ലാരും ഇവിടെ നിൽക്കണേ, ഇവിടുന്ന് ഒരു ഉറവ പൊട്ടി അങ്ങനെ ഒഴുകണം. മതിയോ? മതിയായിട്ടില്ല. ഔ തകൂന ലക ജന്ന, അല്ലെങ്കിൽ നിനക്കൊരു തോട്ടമുണ്ടാക്കണം. മിൻ നഖീലിൻ, ഈത്തപ്പനയുടെയും വഅനബിൻ, മുന്തിരിയുടെയും തോട്ടം. ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹ, എന്നിട്ട് ആ തോട്ടത്തിന്റെ നടുവിലൂടെ അരുവികൾ ഒഴുക്കണം. തഫ്ജീറ, പ്രത്യേകമായ അരുവികൾ ഇങ്ങനെ ഒഴുകണം. ഈ മരുഭൂമിയിൽ താങ്കൾ ഒരു തോട്ടം ഉണ്ടാക്കണം, എന്നിട്ട് ആ തോട്ടത്തിന്റെ നടുവ് കൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകണം. അപ്പൊ അള്ളാഹുവിലും റസൂൽ എന്ന നിന്നിലും ഞങ്ങൾ വിശ്വസിച്ചോളാം. പോരോ? അതും പോലെങ്കിൽ അല്ലെങ്കിൽ ആകാശത്തെ ഇങ്ങോട്ട് പൊട്ടിച്ചാടിക്കണം. കമാ സഅംത, ഒരു ദിവസം ഇത് പൊട്ടിച്ചാടുമെന്ന് നീ വാദിച്ചതുപോലെ, അലൈന, ഇപ്പൊ തന്നെ ഞങ്ങളെ മേലെ ആകാശം പൊട്ടിനിയാടുക. കിസഫൻ, കഷ്ണങ്ങളായിട്ട് ആകാശം ഒരു ദിവസം ഏതായാലും പൊട്ടിച്ചാടും നീ പറഞ്ഞല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം? ആ ആകാശം പൊട്ടി ഇങ്ങനെ ചാടണം. എന്നിട്ടോ അല്ലെങ്കിൽ അള്ളാഹനെ നേരിട്ട് ഞങ്ങളെ മുന്നിൽ കൊണ്ടുവരണം. അള്ളാഹ് പറയണം, എന്ത്? അസ്സലാമു അലൈക്കും, ഞാൻ പഠിച്ചവനാണ്, അങ്ങോട്ട് വരണം. ആകാശത്തുനിന്ന് ആകാശം പൊട്ടിന്റെ ആരും വരണം. ഒരു മലായിക്കത്തി, മലക്കുകളെയും കബീല ഞങ്ങളെ മുന്നിൽ വരണം. ആര് വരണം? അള്ളയും മലക്കളൊക്കെ വരിക. ഇത് റസൂൽ തന്നെയാണ് കേട്ടാ, ഞാൻ അള്ളയാണ്, ഈ ആള് റസൂലാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം, അല്ലാതെ വിശ്വാസം നടക്കൂല. മതിയോ? ഇല്ല. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പാറിപ്പറക്കണ ഒരു കാറ്റ, എന്താ പറയാ, ഒരു ടെന്റ് പോലത്തെ വീട്ടിൽ പാർക്കണ നിനക്ക് ഒരു സ്വർണത്തിന്റെ കൊട്ടാരം ഉണ്ടാകണം. എന്നിട്ടോ തെറുക്കാഫിസമായി, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നീ ആകാശത്തേക്ക് ഇങ്ങനെ കയറിപ്പോണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ആകാശത്തേക്ക് നീ ചവിട്ടി കയറിയ പോരാ. ഞങ്ങൾ അങ്ങനെ പല വിക്രസും നിനക്ക് ചെയ്യാൻ കഴിയുന്ന വിശ്വാസമുള്ളവരൊക്കെ തന്നെയാണ്, പക്ഷെ അതും പോരാ. പിന്നെന്ത് വേണം? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വലൻ നുഅ്മിന ലിറുഖയ്യിക, താങ്കൾ ആകാശത്തേക്ക് കയറിപ്പോയാൽ പോലും ഞങ്ങൾ വിശ്വസിക്കൂല. ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖ്റഉഹു, അവിടുന്ന് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം കൊണ്ടുവരണം. ഇതൊക്കെ കാട്ടിയാല് ഞങ്ങള് പിന്നെ യോഗം കൂടും. നിങ്ങൾ ആരാണ്? റസൂലാണോ? അല്ലേ? ഖുർആനില ഇത് ധരിക്കണ ഇവരെ ചിന്താഗതി എന്ത്? ഖുൽ സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധൻ. അതായത് ഇതും ഇതിനപ്പുറവും ചെയ്യാൻ എൻ്റെ റബ്ബിന് കഴിയും, പക്ഷെ നിങ്ങൾക്ക് ചെയ്തു തരൂല. എങ്ങനെയുണ്ട്? ഇതൊക്കെ ചെയ്യാൻ റസൂലുള്ളാഹിക്ക് കഴിയില്ലേ?
അത് പറയും. ഇത് ചെയ്യാൻ റസൂലുള്ളാഹിക്ക് കഴിയില്ലെന്ന് വിശ്വസിച്ചാൽ മുഅ്മിനാവില്ല. ഇത് കഴിയാൻ റസൂലുള്ളാഹിക്ക് കഴിയില്ലേ? എന്ത് റസൂലുള്ളാഹിനെ വല്യാപ്പാൻ്റെ കാലിൻ്റെ ചോട്ടിൽ നിന്ന് പറ്റിയ ഉറവ ഇന്നും അവസാനിച്ചിട്ടില്ല. ആ ആൾ ഉലുൽ അസ്മുമല്ല, ആ ആൾ പ്രധാനപ്പെട്ട 5-ലുള്ള ആളും അല്ല. മനസ്സിലായില്ല? ഇസ്മായിൽ എന്ന മുത്തനബിന്റെ വല്യപ്പാന്റെ കാലിന്റെ ചോട്ടി, അത് ആ ആൾ ഉലുൽ അസ്മല്ല, ഇത് ഉലുൽ അസ്മിന്റെ സയ്യിദാണ്. കഴിയൂലേ? അങ്ങനത്തെ ഉറവ പൊട്ടിക്കാൻ കഴിയില്ലേ? കഴിയാതെന്താ? ഒരു സ്വർണത്തിന്റെ കൊട്ടാരം ഉണ്ടാക്കാൻ കഴിയൂലേ? കഴിയാതെന്താ? ആകാശത്തിന്റെ മുകളിൽ കയറിപ്പോകാൻ കഴിയൂലേ? അവിടുന്ന് ഒരു ബുക്ക് എടുത്തു കൊണ്ടുവരാൻ കഴിയൂലേ? കഴിയാതെന്താ? പക്ഷെ ഇത് മുക്കാബറത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഇത് മുക്കാബറത്താണ്, അത് തീരൂല. ഇത് മുക്കാബറത്താണ്. ഇത് മുഴുവനും അവർക്ക് കൊടുക്കുകയാണെങ്കിലും, ഇത് മുഴുവനും അവർക്ക് കൊടുക്കുകയാണെങ്കിലും അവർക്ക് മുക്കാബറത്താണ്. എന്താ ഈ മുക്കാബറ? വലു അന്നഹു ഊതു അൽആഫ മഖ്തറഹു മിനൽ ആയാതി, ദൃഷ്ടാന്തങ്ങളാൽ ഇതിന്റെ ഇരട്ടിക്കിരട്ടി ഇവർക്ക് കാണിച്ചു കൊടുത്താലും മാ സാദഹും ദാലിക ഇല്ലാ മുക്കാബറ, അവർ അതിനേക്കാൾ വലിയ ചോദിച്ചുകൊണ്ടേയിരിക്കും. മങ്കൂസ് മൗലൂദിന് തെളിവ് കൊടുത്താൽ ഒരു ഷറഫൻ അലാമിക്ക് തെളിവ് വെക്കും, അതിന് കൊടുത്താൽ ഒരു ബർസഞ്ചി മൗലൂദിന്റെ തെളിവ് വെക്കും. പിന്നെ അവർക്ക് ബുർദാന്ന് നേരെ തന്നെ ഖുർആനിൽ കാണിച്ചു കൊടുക്കേണ്ടി വരും. മരിക്കണ മയ്യത്തിന്റെ അടുത്ത് നിന്ന് ഖുർആൻ ഓതാം എന്ന് തെളിവ് കാണിച്ചു കൊടുത്താൽ പിന്നെ അവർക്ക് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റെല്ലാം തെളിവ് കാണിച്ചു കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും 3-ന്റെ അന്ന് ദിക്റെല്ലാം വേറെ തെളിവ് കാണിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ അത് കാണിച്ചു കൊടുത്താൽ 40-ന്റെ അന്ന് ഖുർആനിൽ അങ്ങനെ തന്നെ 40 എന്ന് എന്തിന് വരണം? അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ മുഅ്മിനീന് ഒന്നും ആവശ്യമില്ല. മനസ്സിലായില്ലേ? ചിന്തിച്ച് പഠിച്ചോ, നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്കണം. ഇവരെ പ്രശ്നം എന്താ? ഇവർക്ക് റബ്ബ് അനുഭവവേദ്യം അല്ല. ഞാനൊരു സംഭവം പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ മുഅ്മിൻ, അവിടെ നിന്ന് തുടങ്ങാം. നേരത്തെ പറഞ്ഞ മുഅ്മിൻ, ആ മുഅ്മിൻ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ ഇരുന്നു. മനസ്സിലായോ പറഞ്ഞത്? ആ ആൾ ഖുർആന്റെ സമാനിൽ ജീവിച്ച ആള് പോലുമല്ല, ഏതോ ഇസ്രായേലി കാലത്ത് ജീവിച്ച മുഅ്മിന. അവരെ നബിക്ക് ഇത്ര ദറജയില്ല. ഒരു പക്ഷെ കിതാബ് പോലും ഇയാൾ, അക്കാലത്തെ തൗറാത്ത് പോലും ഇയാൾ വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അയാൾക്ക് ശുഹൂദിൽ ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അള്ളാഹുവിനെ അയാൾ അനുഭവിക്കുന്നുണ്ട്. അയാൾക്ക് അള്ളാഹ് കേട്ട പിന്നോട് ഇരിക്കാൻ പറ്റൂല, ഓടും. മനസ്സിലായില്ലേ? അതൊന്നും പറ്റൂല. എന്നാ പടച്ചോൻ തന്നെയാണ് പറയട്ടെ, ഞാൻ എൻ്റെ തടിമ നിന്നാലേ എണീക്കൊള്ളൂ എന്ന് പറയാലോ. അയാളെന്ന് പറയില്ല. എന്തുകൊണ്ട്? അയാളെ ഷുഹൂദിൽ ആരുണ്ട്? അതന്നെ കുട്ടികളെ. ഇസ്രായേൽ കാലത്തെ സംഭവം റസൂൽ പറയാണ്. ഇനി വേറെ സംഭവം പറഞ്ഞുതരാം. ഒരാൾ ഒരു നാട്ടിൽ പോയി, പട്ടണത്തിൽ പോയി കുടുങ്ങി. അയാൾക്ക് 1000 സ്വർണ്ണ നാണയം ആവശ്യമായി. അയാൾ അവിടെ അത്യാവശ്യമാണ്, അയാളെ കയ്യിലുള്ള പൈസ തീർന്നു. ഇനി അയാൾക്ക് 1000 സ്വർണ്ണ നാണയം കൂടി കിട്ടണം. അയാൾ കുഴങ്ങി. അപ്പോൾ അയാൾ ഒരു സാധുവായ ഒരു നല്ല മനുഷ്യൻ, ധനാഢ്യനായ നല്ല മനുഷ്യനെ കുറിച്ച് അയാൾ കേട്ടു. അയാളോട് പോയി പൈസ ഇല്ലാറപ്പോൾ വേറൊരാൾ പറഞ്ഞു, എന്നാൽ ഇന്ന സ്ഥലത്തൊരു മൂമിനുണ്ട്, അയാളോട് പോയി ചോദിച്ചാൽ അയാൾ തരും. അങ്ങനെ ഇയാൾ അയാളെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ എന്തിനു പോന്നു? എനിക്കൊരു 1000 സ്വർണ്ണ നാണയം വേണം. നിങ്ങൾ ഇവിടുത്തെ തന്നെ, ഞാൻ പോയിന്റ് അക്കരെയുള്ള ഒരു ഗ്രാമത്തിലുള്ള ആളാണ്. എത്ര വേണ്ട? 1000 സ്വർണ്ണ നാണയം. സാക്ഷിയുണ്ടോ? ഉണ്ട്. ആരാ? എന്നെയും നിങ്ങളെയും പടച്ച റബ്ബ്. അപ്പോഴത്തെ ഞാൻ പേടിയായി. ആർക്ക്? ഈ മുഅ്മിനായ മുതലാളിക്ക്. അയാൾ വേഗം പണപ്പെട്ടി പോയി 1000 സ്വർണ്ണ നാണയങ്ങൾ. അല്ലാഹു, മനസ്സിലായി? കഫാ ബില്ലാഹി ഷഹീദ വകഫാ ബില്ലാഹി വക്കീല. വക്കീലും ഷഹീദൊക്കെ ആര് മതി? അല്ലാഹ് കൊടുത്തു. അയാൾ പോയി. പിന്നെ അയാൾ എന്ത് ചെയ്തു? അയാൾ അധ്വാനിച്ച് 1000 സ്വർണ്ണ നാണയം ഉണ്ടാക്കി. അവധി നിശ്ചയിച്ചിരുന്നു, ഇത്രാന്തിക്കുള്ളിൽ തരാം. വരികയാണ്. വരുമ്പോഴത്തിന് പുഴ മൂടിപ്പോയി. ഭയങ്കരം വലിയ പ്രളയം ഉണ്ടായി. പുഴ ഇരുതല മുട്ടി. ഒരു നിലക്കും അയാൾക്ക് അപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല. ഇയാൾക്കാട്ടെ അവധി എത്തും ചെയ്തിട്ടുണ്ട്. ഈ പുഴ മുട്ടി എന്ന് പറയാൻ പറ്റൂല.
അപ്പോൾ അയാൾ ഈ രണ്ട് ഗ്രാമത്തിന്റെ ഇടയിലുള്ള ഖബറെല്ലാം മുടങ്ങി, ഒന്നുമില്ലെങ്കിൽ എന്താ അവിടെ ആർക്കും അറിയില്ല. അങ്ങനെ പുഴ മൂടിയിട്ടുണ്ട്. അയാൾ 1000 സ്വർണ്ണനാണയം പിടിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കും. ഒരാളുമില്ല, ഒരു തോണിയില്ല, വഞ്ചിയില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം നിൽക്കുന്ന നേരത്തെ ഒരു തടിമരം ഇങ്ങനെ ഒഴുകി വരുന്നത് അയാൾ കണ്ടു. അയാൾ വേഗം നീന്തിപ്പോയി ആ തടിമരം പിടിച്ചു. എന്നിട്ട് ആ തടിമരത്തിനുള്ളിൽ കോടാലി കൊണ്ട് ഒരു പിണയുണ്ടാക്കി അതിനുള്ളിൽ പൈസ വെച്ചിട്ട് അടച്ചിട്ട്, അല്ലാഹ് നിന്നെ ഷഹീദാക്കി, നിന്നെ വക്കീലാക്കി ഞാൻ വാങ്ങിയ പൈസയാണ്, ഇയാൾ എത്തിച്ചു കൊടുക്കണ്ടേ, എനിക്ക് കഴിയൂല കേട്ടോ എന്ന് പറഞ്ഞ് ഒരൊറ്റ ഏറെറിഞ്ഞു ആ നദിയുടെ നിവിരിമാറിലേക്ക്. മറ്റേ ആൾ എല്ലാ ദിവസവും പണം ദിവസമായപ്പോൾ ഭാര്യ ശല്യപ്പെടുത്തും. ഒരു ജാമ്യം പോലും ഇല്ലാതെ പൈസ കൊടുത്ത് എന്തിന്? അപ്പൊ അയാൾ പുഴക്കരയിൽ വന്നു നിന്നു. അപ്പോഴും ഒരു തടിമര ഒഴുകി വരുന്നുണ്ട്. അയാളത് പിടിച്ചു. ഭാര്യക്ക് മത്രൂക്കത്തായാലും മരാണ്, ആർക്കും കൊണ്ടുപോവാ, പുഴക്കൂടെ ഒഴുകി പോണതാണ്. അയാളത് പിടിച്ചു. ഭാര്യക്ക് വിറകുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോയി, വീട്ടിൽ കൊണ്ടുപോയി കൊടാരി എടുത്തു. ഒറ്റ മേട്ടം മേടിയിട്ടുള്ളൂ. കിളി 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 പുറത്തിയാടി. അതിലൊരു കുറിമാനമുണ്ട്. അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയ പണമാണിത്. എങ്ങനെയുണ്ട്? ഇയാൾക്കും അള്ളാഹുവിന്റെ ഷൂദുണ്ട്, അയാൾക്കുണ്ട്. പിന്നെ അയാൾ പിന്നെയും മനസ്സിലായില്ല, എങ്ങാനും അയാൾക്കത് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പിന്നെ അയാൾ 1000 സ്വർണ്ണ നാണയം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് അയാൾ 1000 സ്വർണ്ണ നാണയം കൊണ്ട് പുഴക്കരയിൽ വന്നു. പുഴ കടന്നു. നദിയെല്ലാം സാധാരണഗതിയിലാണ്. അയാൾ ആ ധനാഢ്യന്റെ ബംഗ്ലാവിലേക്ക് പോയി പൈസ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, താനി റബ്ബി, അത് നീ ഏൽപ്പിച്ചതുപോലെ റബ്ബെന്നെ എത്തിച്ചിട്ടുണ്ട്. എന്ത് ഷൂട്ടുണ്ട്, രണ്ടാക്കുണ്ട്. ഇവർക്ക് ഇപ്പൊ എന്തൊക്കെ വാങ്ങിക്കൊടുക്കണം? ഇവർക്ക് ഇതൊക്കെ പോരാ. നബി സ്വർണത്തിന്റെ കൊട്ടാരുണ്ടാക്കണം, എന്നിട്ട് ആകാശത്തൊക്കെ കയറണം. നീ ആകാശത്ത് കുറക്കാൻ കയറിയാൽ പോരാ, അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? അവിടുത്തെ പ്രസ് പോയിട്ട് അച്ചടി കിതാബ് എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണം, ഒക്കെ ചെയ്യണം. എന്നാ പിന്നെ ഞങ്ങൾ നോക്കും, പിന്നെ ഞങ്ങൾ യോഗം കൂടും. പിന്നെന്താണ് ആലോചിക്കും. എങ്ങനെയുണ്ട്? ഇവരെന്താ പ്രശ്നം? ഇവിടെയാണ് പ്രശ്നം, ഇവിടെയാണ് പ്രശ്നം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്തവിടെ പ്രശ്നം? നിങ്ങൾ ചിന്തിക്കുക, എന്തവിടെ പ്രശ്നം? മാനായ സയ്യിദ്നാ ബിലാൽ റളിയല്ലാഹു അൻഹു പാറക്കല്ലിട്ട് ഉരുട്ടുമ്പോഴും അഹദ് എന്ന് പറയാ. ഉമയ്യത്ത് ബിൻ ഖലഫ് ഉരുട്ടുക. ഇവർക്ക് രണ്ടാക്കും റബ്ബ് തന്നെയാണ്. പക്ഷെ ഒരാൾക്ക് ഷുഹൂദില്ല, ഒരാൾക്ക് ഷുഹൂദുണ്ട്. ഒരാൾ അനുഭവിക്കുകയാണ്. ആരെ? അല്ലാഹുവിനെ. ഇവിടെയാണ് പ്രശ്നം. കൂടുതൽ ഇതിൽ വർത്താനം വരേണ്ട ആവശ്യമില്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇന്ന് കൂടുതൽ വർത്താനേ പറയണ്ട. ഞങ്ങളോട് പറഞ്ഞില്ലേ ഒരു ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റി ഷുഹൂദുണ്ട്, അതാണ് പ്രശ്നം. അവസാനം തൻ്റെ പെട്ടിയുടെ പൊടി തട്ടി കൊടുക്കാൻ വേലക്കാരനോട് പറഞ്ഞു, ഇതെന്തിനാ, അതിന് പൊടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല, എൻ്റെ പെട്ടികളൊക്കെ നിങ്ങൾ പൊടി തട്ടണമെന്നത് നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജോലിക്കാരനാണ്. ഞാനിവിടെ നിന്നൊന്നും കൊണ്ടുപോയില്ല, അതിന് സാക്ഷിയാകാൻ വേണ്ടിയാണ്. എന്താ കാരണം? അത് ഷുഹൂദാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് ഖജനാവിൽ നിന്ന് അനുവദിക്കുമല്ലോ പൈസ നോമ്പുറപ്പിക്കാൻ. നാട്ടിലുള്ളവരൊക്കെ വലിയ വലിയ ധനാഢ്യന്മാരെ ഇല്ല. ഞാൻ പ്രസിഡന്റ് ആവുന്ന കാലത്ത് ധനാഢ്യന്മാർക്ക് വിരുന്ന് കൊടുക്കൂല, മന്ത്രിമാർക്ക് വിരുന്ന് കൊടുക്കൂല. അത് രാജ്യത്തെ നികുതിപ്പണാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇനി വേണമെങ്കിൽ കൊടുക്കാം. ഏതോ പള്ളിയുടെ മുന്നിൽ നോമ്പ് നോറ്റിട്ട് ഭക്ഷണം കിട്ടാതെ വലയുന്ന സാധുക്കളുണ്ട്, അവർ കൊണ്ടേ കൊടുത്താൽ. ഇതിപ്പോ ഈ നമ്മളെ സമ്മാനിൽ ജീവിച്ചൊരു മനുഷ്യൻ പറഞ്ഞതാ. എന്താ പ്രശ്നം? അത് ഷുഹൂദിലാണ്. ബോധമുണ്ട്. ആര്? അല്ലാഹു. അപ്പോൾ ആ ഒരു വിരുന്ന് നടത്തിയാൽ പലരെയും സന്തോഷിപ്പിക്കാം. ഇടഞ്ഞു നിൽക്കുന്ന മന്ത്രിമാരെ സന്തോഷിപ്പിക്കാം, രാഷ്ട്രീയക്കാരെ സന്തോഷിപ്പിക്കാം. ഇനി ഈ 5 കൊല്ലം കഴിഞ്ഞാൽ അടുത്തൊരു 5 കൊല്ലം കൂടി നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. മറ്റത് അവർ റെക്കമെൻഡ് ചെയ്യൂല. എന്തുകൊണ്ട്? അയാൾ പ്രസിഡന്റായാൽ നമുക്കൊരു വിരുന്ന് വരെ കിട്ടൂല. പിന്നെന്തിനാ? അതൊന്നും ഇവർക്ക് ആവശ്യമില്ല. എന്താ കാരണം? അല്ലാഹു ഷുഹൂദിലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവർക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്
ما في قلبي غير الله. മനസ്സറിഞ്ഞ് ഇത് പോരാ, ഈ സദസ്സിന് ഈ ശബ്ദത്തിൽ പോരാ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. എല്ലാ പ്രശ്നവും തീരും, എല്ലാ പ്രശ്നവും എല്ലാം തീരും. പ്രശ്നം മുസ്ലിമീങ്ങൾക്കിടയിലെ പ്രശ്നം തീരും. മുസ്ലിമിന് ഷുഹൂദിൽ റബ്ബുണ്ടാകണം, അത് നേതാവിനുണ്ടാകണം. സാധാരണക്കാർക്ക് മാത്രം ഉണ്ടായാൽ പോരാ, നേതാവിനുണ്ടാകണം. ഏത് കസേരക്കും പൊന്നുമോനെ ദുനിയാവിൻ്റെ വിലയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് കസേരയാ. എൻ്റെ ഒരു ബന്ധു മരിച്ചപ്പോൾ എന്നെ കണ്ണമ്പറമ്പിലേക്ക് 3-ാം ദിവസം മയ്യത്ത് നിസ്കരിക്കാനും സിയാറത്ത് ചെയ്യാനും വേണ്ടി കൊണ്ടുപോയി. ഒരു 10 കൊല്ലം മുമ്പാണ് എൻ്റെ ഒരു ബന്ധു മരിച്ചു, കോഴിക്കോടുള്ള. അങ്ങനെ ഞാൻ എന്നെ സിയാറത്തിന് മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുപോയി. ഞാൻ ഖബറിൽ മയ്യത്ത് നിസ്കരിച്ചു, ദുആ ചെയ്തു. പിന്നെ 2 അടി ഇങ്ങോട്ട് വന്നു. പിന്നെ ഫുട്പാത്തിൽ കയറണം. ഫുട്പാത്തിൽ കയറാൻ ഒരുങ്ങുമ്പോൾ ഒരു ഖബർ. ആ ഖബറിൻ്റെ മുകളിൽ വെണ്ണക്കല്ലാന്ന് എൻ്റെ ഓർമ്മ, വെണ്ണക്കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡോക്ടർ അബ്ദുൽ ഗഫൂർ. അതെന്നെ വളരെ ചിന്തിപ്പിച്ചൊരു സംഭവമാണ്. ഡോക്ടർ അബ്ദുൽ ഗഫൂർ മനസ്സിലായില്ല. 100 മനുഷ്യന്മാർ തിരക്കിയെന്ന് ഈ മനുഷ്യൻ്റെ ഡേറ്റ് ഇട്ടാൽ. ഇന്ന് തിരക്കൂല, ഒന്നുമില്ല, അതാ കിടക്കണം. ഫോൺ ഇങ്ങനെ വെച്ചു, പേഷ്യൻറ്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്ത് മദ്രാസിൽ അസനാജി, JDTയുടെ പഴയ സെക്രട്ടറി ആയിരുന്നു അസനാജി. അവസാനം ഫോൺ ചെയ്യുന്ന അസനാജി അങ്ങനെ വെച്ചു. അസനാജി വിളിച്ചു. അപ്പോൾ ഫോൺ എടുത്തു, ചെവിയിൽ വെച്ചു. പേഷ്യൻറ്റിനെ നോക്കുക, കുറിപ്പെഴുതുക. അബ്ദുൽ ഗഫൂർ മനസ്സിലാക്കണം, ചിന്തിക്കുക. ഞാൻ മദ്രാസിലെത്തിയിട്ടുണ്ട്, നിങ്ങൾ മദ്രാസ് മെയിലിൽ കയറൂലേ? കയറും. നിങ്ങൾ വരണം, നിങ്ങൾ നേരം വൈകിട്ട് പേഷ്യൻ്റ് കൂടിയിട്ട് നേരം വൈകരുത്. മദ്രാസ് മെയിലിൽ കയറിയിട്ടില്ലെങ്കിൽ നാളെ രാവിലെ മദ്രാസിലെത്താൻ കഴിയില്ല, അത്യാവശ്യമുള്ളതാണ്. ആയിക്കോട്ടെ, ഞാൻ വരും, ഞാൻ മദ്രാസ് മെയിലിൽ കയറും, ഞാൻ വരും, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അസനാജി, KP അസനാജി അവിടെ, ഗഫൂർ ഇവിടെ. പിന്നെ റിസീവറാണ് വീണു, മരിച്ചു. ഇന്നൽ അർളലില്ല, ഉടമക്കാരൻ അള്ളാഹുവാണ്. ഗഫൂറിന് അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ. ഇത് ഗഫൂറിൻ്റെ കുറ്റമല്ല, മനുഷ്യരായ നമ്മളെ അവസ്ഥയാണ്. ഞാൻ ഗഫൂറിനെ കുറ്റം പറഞ്ഞല്ല, അവരൊക്കെ നല്ല മനുഷ്യന്മാരായിരുന്നു. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. മനസ്സറിഞ്ഞ് പറയാം, അവർക്കൊക്കെ അള്ളാഹു, അള്ളാഹു നിനക്കെന്തോടോ, അവരൊക്കെ മനുഷ്യർക്ക് സേവനം ചെയ്യുന്ന നല്ല മനുഷ്യന്മാരാണ്. ഒന്നും ഇവിടെ തർക്കമില്ല. ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളൊക്കെ വലുതായിരിക്കും, അതൊക്കെ ദുനിയാവിൽ ജീവിക്കുമ്പോഴാണ്. മരിച്ചാലെല്ലാവരും അള്ളാഹിൻ്റെ മുന്നിൽ സറണ്ടറായ അടിമയാണ്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ, ഒന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു, ഇത്രയുള്ളൂ. റിസീവർ വീണു, ആ കുറിപ്പെഴുതിയ കുറിമാനത്തിലേക്ക് വീണു, അപ്പോൾ മരിച്ചു. കഴിഞ്ഞു. 1984 ഡോക്ടർ അബ്ദുൽ ഗഫൂർ 1984 തീയതി എഴുതിച്ചിട്ടുണ്ട്. ഞാനതെന്നെ ചിന്തിപ്പിച്ചതിന് കയ്യും കണക്കുമില്ല. കാരണം ഈ മനുഷ്യൻ്റെ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി പേഷ്യൻസ് തള്ളിയിരുന്നു. ഇപ്പം ആരുമില്ല. കണ്ണമ്പറമ്പിൽ അങ്ങനെ കിടക്കുക ഒരു ലോകം. ആ കൂട്ടത്തിൽ ഒരു സാധാരണ ഖബർ മാത്രമാണ് അവരുടേത്. ഇതാണ് ദുനിയ. എന്തിനാ പേടിക്കണത്? എന്തിനാ വലിയതാകണേ? എന്ത് സ്റ്റേജ്, എന്ത് കസേര മൂല്യരെ, എന്തൊക്കെ നേതാവേ, എന്ത് കസേരയാണ്, എന്ത് കസേര, എവിടുത്തെ കസേര, എന്ത് സ്റ്റേജ്. ദുനിയാവെന്നാൽ 3 ശ്വാസം മാത്രമാണ്. നഫസുൻ മളത്, ഒരു ശ്വാസം കഴിഞ്ഞു. ലാ തർജോ, ഇനിയത് തിരിച്ചു വരൂല. വനഫസുൻ തഅതി, ഇനി വരാനുള്ള ഒരു ശ്വാസമാണ് അത്. ലാ തതയഖൻ, നിനക്കുറപ്പില്ല. അംല, അത് വരുമോ ഇല്ലേന്ന് ഉറപ്പില്ല. അപ്പോൾ പിന്നെ എന്താ ജീവിതം? ജീവിതം 3 ശ്വാസം. ഒന്ന് കഴിഞ്ഞ ശ്വാസം, അതിനി തിരിച്ചു വരില്ല. ഒന്ന് വരാനുള്ള ശ്വാസം, അത് വരുമെന്ന് ഉറക്കപ്പറ, ഉറപ്പുമില്ല. അപ്പോൾ പിന്നെ എന്താ ജീവിതം? ഈ ശ്വാസം, ഇതാണ് ജീവിതം.
മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഈ സെക്കൻഡ് വലിമൻ ഖാഫയായാലും രക്ഷപ്പെടും. പിന്നല്ല, കഴിഞ്ഞു. പിന്നല്ല റൂഹ് തൊണ്ടയിൽ കെട്ടുന്നത് വരെ, റൂഹ് തൊണ്ടയിൽ കെട്ടുന്നത് വരെ തൗബ സ്വീകരിക്കും. റൂഹ് തൊണ്ടയിൽ റൂഹ് തൊണ്ടയിൽ കെട്ടുന്നവരെ, അതിനർത്ഥം സയ്യിദുനാ ഇസ്രായീൽ പെരുവേലിലെത്തിയാലും തൗബ സ്വീകരിക്കും. റൂഹ് മഹാനായ സയ്യിദുനാ ഇസ്രായീൽ അവിടുന്ന് വിടുവലിച്ചു, ഇവിടെ എത്തി റൂഹ്, അപ്പോഴും തൗബ സ്വീകരിക്കും. പിന്നെ റൂഹ് ഇവിടെ എത്തി, അപ്പോഴും തൗബ സ്വീകരിക്കും. ഇവിടെ എത്തി, അപ്പോഴും തൗബ സ്വീകരിക്കും. തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് പരസ്യ പ്രബോധനം പ്രചാരണം നിർത്തണം എന്നതുപോലെ അല്ലാഹു തആലക്ക് പറയാ, എന്ത് ഇജൽ 3 ദിവസം മുമ്പൊക്കെ തൗബ ചെയ്തെങ്കിൽ ഓക്കെ, പിന്നെ നടക്കൂല. ഇപ്പൊ അള്ളാഹിന്റെ അടിമയായ ഇസ്രായേൽ ഇവിടെ വന്നിരുന്നു, വലിച്ചു, ഇവിടെ എത്തി റൂഹ്, ഇവിടെ എത്തി ചങ്ങാതി തൗബ സ്വീകരിക്കും. ഇവിടെ എത്തി സ്വീകരിക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്റെ റബ്ബ് ഏറെ ഗഫൂറാൻ റഹീമാൻ. ഇവിടെത്തി, 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 ഇങ്ങനെ ഒറ്റ ചാട്ട സ്വീകരിക്കും. ഇസ്രായേൽ ആകാശത്ത് നിന്ന് പുറപ്പെട്ട പിന്നെ സ്വീകരിക്കൂല. അങ്ങനെയാണോ? അല്ല, ഇവിടത്തിന് വരെ തൗബ സ്വീകരിക്കും. എന്തുകൊണ്ട്? അവൻ അത്രയും സ്നേഹിയാണ്. എന്നിട്ട് നമ്മൾ റബ്ബിനെ ഒഴിവാക്കിയാൽ ആ റബ്ബിനെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പരാജയമാണോ? അല്ലേ? ഇവിടെ ഉത്തരവാദി ഞാനാണോ റബ്ബാണോ ഉത്തരവാദി? ഞാനല്ലേ. എൻ്റെ റബ്ബിനെ എന്തിനാ കുറ്റം പറയണം? നിങ്ങളെ ഞാൻ ബടിയെടുത്ത് തല്ലുന്ന് പറഞ്ഞിട്ടില്ല, അങ്ങക്ക് ഞാൻ പൂർത്തി തരും. അങ്ങനെ പറഞ്ഞില്ലേ? മനസ്സിലായില്ലേ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തം നഫ്സിന്റെ മേൽ അതിരുവിട്ട് കടന്നവരെ, അതിരുവിട്ടിറന്നു. ഈ 100,000 ആളെ കൊന്നു, 10,000 വ്യഭിചാരം ചെയ്തു, നാട്ടിലുള്ളത് മുഴുവൻ ലൂട്ടാക്കി. അതൊക്കെയല്ലേ ഇസ്രാഫ്? അതിരുവിട്ട് തെറ്റ് ചെയ്തോലെ. ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്. മനസ്സിലായില്ല? നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. ഓത് മോനെ, ഏതാ സൂറത്ത്? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഏത് ദോഷവും അല്ലാഹു പുറത്തു തരും. എത്രയും പുറത്തു തരും, എത്രയും ഇവിടത്തിന് വരെ പുറത്തു തരും. ഈ നിർവാഹമില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ചിന്തിക്ക്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിലേക്ക് മടങ്ങുക. മനസ്സിലായില്ലേ? വലിമൻ, ഞാൻ നമുക്ക് വലിമൻ ഏതൊരാൾക്കുമുണ്ട്. അവൻ ആരായാലും ഖാഫ, അവൻ ഇന്ന് മുതൽ പേടിയായി. എന്ത്? മഖാമ റബ്ബി, എൻ്റെ റബ്ബിൻ എന്നെ നോക്കിയും കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന ചിന്ത അയാൾക്ക് പേടിയായി. എൻ്റെ റബ്ബ് അവൻ എന്നെ ഒഴിവാക്കുമെന്ന് പേടിയായി. ജന്നത്താനി, അവന് ഷുഹൂദിലും സ്വർഗമുണ്ട്, റുയത്തിലും സ്വർഗമുണ്ട്. റുയത്ത് റബ്ബിനെ നേരിട്ടാണ് കാണും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ഷുഹൂദ് ഉണ്ടായാലേ അവിടെ റുയത്തുണ്ടാവുള്ളൂ. മനസ്സിലായില്ലോ? ചിന്തിക്ക്. മകനെ അന്തമാനിലേക്ക് നാട് കടത്തിയ ഒരു സംഭവം ഞാനൊരു ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് 1921 പിന്നെ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു രാത്രി ഈ വാതിലില്ലാത്ത വീട്ടിൻ്റെ ആ ഉമ്മരത്ത് വെച്ച ആ അലകംപൊളിയുടെ വാതിലിലും വന്ന് തട്ടി വിളിച്ചു. അപ്പോൾ മണിയേറ്റു. എന്നിട്ട് അടുക്കളയിൽ പോയി വേഗം കുളിച്ചു വന്നു പറഞ്ഞു. കുളിച്ചു വന്നു, ഇരുന്നപ്പോൾ കഞ്ഞി കൊടുത്തു. അപ്പോൾ ചോദിച്ചു, ഉമ്മ ഞാനിന്ന് വരുന്ന എങ്ങനെ നിങ്ങൾക്ക് വിവരം കിട്ടിയേ? എൻ്റെ റബ്ബ് തന്നു. എൻ്റെ റബ്ബ് എല്ലാ രാത്രിയിലും പ്രതീക്ഷിച്ചോ നിന്നോട് പറയും. എൻ്റെ റബ്ബ് വലിയ കരുണുള്ളവനാണ്. എൻ്റെ കുട്ടീനെ കൊല്ലൂല, എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് തിരിച്ചെത്തും, നിൻ്റെ കൽബെന്നും പറയും. എൻ്റെ റബ്ബ് കരുണുള്ളവനാണ്. അപ്പം ഞാൻ ഉമ്മച്ചി എല്ലാ ദിവസവും ഒരാളെ കഞ്ഞിയേറെ വെക്കും രാത്രി. എന്നിട്ട് ഇഞ്ചി വരാത്ത ദിവസങ്ങളൊക്കെ നേരം വെളുത്ത് ആ പയങ്ങഞ്ഞിമ്മ കുടിക്കും. പിറ്റേന്ന് ഒരാളെ കഞ്ഞിയേറെ വെക്കും. അവർ ജലാലിനെ ഊതിയിട്ടില്ല,
അവര് ബുഖാരി ഓതിയിട്ടില്ല, അവര് 1ാം ക്ലാസ്സിൽ മദ്രസ പഠിച്ചിട്ടില്ല. ഏതോ മൊല്ല പറഞ്ഞു കൊടുത്തത് മാത്രമാണ്. പക്ഷെ അവർക്ക് ഷുഹൂദുണ്ട്. ആര്? അല്ലാഹ്. നമുക്ക് 12ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് അന്യന്റെ മുന്നിൽ ഓടിപ്പോയതെന്ന് ബാപ്പയാണ് എന്നോട് പറഞ്ഞത്. ഈ കോഴിക്കോട് ഇല്ലേ എന്താ പറഞ്ഞ് 12ാം ക്ലാസ്സിലെ മദ്രസയുടെ സർട്ടിഫിക്കറ്റ് ചുമലിൽ തൂങ്ങ. ഓള് പോയി. ആരെ കൂടെ പോയി? അവൾക്കൊരിക്കലും തൗഹീദില്ലാത്ത, റിസാലത്ത് അംഗീകരിക്കാത്ത ഒരുത്തന്റെ കൂടെ ഓടി. ആര്? 12ാം ക്ലാസ്സിലെ മദ്രസയിലെ സർട്ടിഫിക്കറ്റ് ചുമലിലുണ്ട്, എന്നിട്ടോടി. അക്കൊല്ലത്തെ റമദാൻ മുഴുവൻ അവർ നോമ്പ് പോറ്റിട്ടുണ്ട്. റമദാനിൽ അവർ ഖുർആൻ ഓതിയിട്ടുണ്ട്. എന്നിട്ട് ഓതി. എന്തേ? അമലേ ഉള്ളൂ, എന്തില്ല? ഷുഹൂദില്ല. മനസ്സിലായില്ലേ? അന്ന് വഞ്ചിതരാകേണ്ട കുട്ടികളെ. ഒരുത്തൻ്റെ തഹജ്ജുദ് കൊണ്ട് വഞ്ചിതരാകണ്ട, ഒരുത്തൻ്റെ ഇഅ്താവ് കൊണ്ട് വഞ്ചിതരാകണ്ട. ഉള്ളിൽ ആരുണ്ട് എന്ന് അറിയുന്നവൻ ആര് മാത്രം? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വിഷയത്തിലേക്ക് തിരിച്ചു വന്നാണ് ഞാൻ അവസാനിപ്പിക്കുക. അടുത്ത ക്ലാസ്സും ഈ ചർച്ച തന്നെയാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹൈലതി അദ്രിക്നി. صلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت حيلتي أدركني. صلاة والسلام عليك يا رحمة للعالمين. صلاة والسلام عليك يا سيدي يا رحمة للعالمين. خذ بيدي قلت حيلتي أدركني. السلام عليكم يا عباد الله. السلام عليكم يا عباد الله. السلام عليكم يا عباد الله. السلام إلى حضرة المصطفى محمد صلى الله عليه وسلم، إلى حضرات جميع عباده الصالحين كلهم أجمعين. الفاتحة. أعوذ بالله يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب